മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതി ഏബൽ അഗസ്റ്റിൻ റിമാൻഡിലായിരിക്കുന്നു. 14 ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തത്. നിലവിൽ 5 എഫ്ഐആറുകളാണ് ഏബലിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സാന്ത്വന സാജു വിവരങ്ങൾ നൽകും. സാന്ത്വന, 20 പെൺകുട്ടികളുടെ എങ്കിലും ചിത്രങ്ങൾ ഇത്തരത്തിൽ ഇയാൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളും മാത്രമാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ജൂനിയർ വിദ്യാർത്ഥികളുടെ പരാതികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് പോലീസ് പോലും ഇന്നലെ സാക്ഷ്യപ്പെടുത്തിയാണ്. ഇപ്പോൾ ഇയാൾ റിമാൻഡിലായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ പറഞ്ഞോളൂ സാന്ത്വന. ആശയാസ്, നമ്മൾ വളരെ ഞെട്ടലോടുകൂടിയായിരുന്നു ഈ ഒരു വാർത്ത കേട്ടത്. കാരണം സഹപാഠികളുടെ തന്നെ ചിത്രങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുക്കുകയും അത് മോർഫ് ചെയ്ത് പലയിടങ്ങളിലും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ള വിവരം അത് വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് കേട്ടത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇതിലെ പ്രതിയായിരിക്കുന്ന ഏബൽ അഗസ്റ്റിൻ 3ാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏബൽ അഗസ്റ്റിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഏബലിന് ജാമ്യം അനുവദിച്ച അതേ കോടതി തന്നെയാണ് ഇപ്പോൾ 14 ദിവസത്തേക്ക് ഏബലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യ പരാതി വന്നതിന് പിന്നാലെ തന്നെ ഈ ഏബലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നെങ്കിലും ഇയാൾക്ക് ജാമ്യം ലഭിക്കുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു. കാരണം വളരെ തുച്ഛമായ വകുപ്പുകൾ മാത്രമാണ് ഏബലിനെതിരെ ചുമത്തിയിരുന്നത്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ അയാൾക്ക് ജാമ്യം നേടി പോകാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. അത് മാത്രവുമല്ല, പിന്നീട് പല പെൺകുട്ടികളും പരാതിയുമായി വന്നിട്ടും അത് പോലീസ് പരാതി സ്വീകരിച്ച് വ്യത്യസ്ത എഫ്ഐആറുകളായി ഇടാൻ പോലും മടിച്ചു എന്നുള്ള കാര്യം പോലും ഈ കുട്ടികൾ പരാതിയായി തന്നെ ഉയർത്തുകയും അതിന് പിന്നാലെ വലിയ പ്രതിഷേധമുണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ മറ്റു പരാതികൾ കൂടി വ്യത്യസ്ത എഫ്ഐആറുകളായി രേഖപ്പെടുത്തി പരാതികൾ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ 6 പേരുടെ പരാതിയാണ് ഇപ്പോൾ എഫ്ഐആർ ആയി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എല്ലാ പരാതികളിലും ഏബലിനെതിരെ തന്നെയാണ് എല്ലാ പരാതികളും. മറ്റാരുടെയും പേരുകൾ ഒന്നും തന്നെ ഈ പരാതിയിൽ പറയുന്നില്ല. നിലവിൽ 7 പേരാണ് പരാതി നൽകിയിരിക്കുന്നതിൽ അതിൽ 6 പേരുടെ എഫ്ഐആർ ആണ് നിലവിൽ ഇടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഷിയാസ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 7 പേരല്ല, അതിനപ്പുറത്തേക്ക് ഏതാണ്ട് 20ഓളം പേരുടെ ചിത്രങ്ങൾ ഏബൽ ഇത്തരത്തിൽ മോർഫ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ തന്നെയാണ് പോലീസ് പ്രാഥമികമായ അന്വേഷണത്തിൽ പോലും കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഏബൽ മാത്രമാണോ ഇതിന് പിന്നിലുള്ളത്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം ഇതിനുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏബലിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും ഒക്കെ തന്നെയും നടന്നു വരികയാണ്. എന്തായാലും ആദ്യഘട്ടം എന്നോണം തന്നെ ഇയാളെ ഇപ്പോൾ എന്തായാലും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ, ഇന്നലെ പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലടക്കം കസ്റ്റഡിയിൽ വാങ്ങി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസും അറിയിക്കുന്നത്. എന്തായാലും കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി വരാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നുണ്ട്. ശരി, സാന്ത്വന സാജു ആണ് വിവരങ്ങൾ നൽകിയത്.